ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് എല്ലാവർക്കും ഓഫുള്ളൊരു ദിവസമായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഷാർജയിലുള്ള വാട്ടർഫോൾ ഗാർഡൻ പുറമേ തന്നെ നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ ഗാർഡൻ കാണാനായിട്ട്. ഇതിൻ്റെ ഫീ വരുന്നത് 5 dirhams ആണ് ഒരാൾക്ക്. അങ്ങനെ കയറുമ്പോൾ തന്നെ കുട്ടികൾക്കായിട്ട് വേണ്ടി ഒരു വലിയ പാർക്ക് തന്നെയുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അവിടേക്ക് കയറി. പിന്നെ ഞങ്ങൾ വന്ന ടൈമിലാണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോൾ വലിയ തിരക്കില്ലെങ്കിലും പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര തിരക്കായി. പിന്നെ ഈ ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാൻ അടിപൊളി പ്ലേസാണ്. കുട്ടികളൊക്കെ ഈ സമയം കൊണ്ട് ഇവിടെ നല്ല കളിയായിരുന്നു. ആ നേരം കൊണ്ട് ഞാനും എൻ്റെ ഒപ്പമുള്ള സമിതേച്ചിയും കൂടിയിട്ട് അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസോ റീൽസോ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് നടന്നായിരുന്നു. പിന്നെ ഈ കാണുന്നില്ലേ, അതാണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ. മിനിറ്റിന് ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ട്രെയിൻ ഉണ്ട്. ഒരു ട്രെയിനാണ്, അത് ട്രിപ്പ് അടിക്കുകയാണ് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഈ ടൈമിലൊക്കെ എന്താ പറയുക, ആ വെള്ളത്തിൻ്റെ സൗണ്ടും അതിൻ്റെ ഒപ്പം കിളികളുടെ സൗണ്ടും നല്ല രസമാണ്. പിന്നെ ഭയങ്കര ഫീ ഒന്നുമില്ല. നമ്മൾ ഷാർജയിൽ നിന്ന് വന്ന കാരണം ട്രാവലിംഗ് ആണ്, കുറച്ച് എന്താ പറയുക, കുറച്ച് യാത്രയുണ്ട്. അതുമാത്രമേ ഉള്ളൂ. അവിടെ ഉള്ളവർക്കാണെങ്കിൽ ഇടയ്ക്ക് പോയിരിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി സ്പോട്ടാണ്. കുറേ വീഡിയോസും ഫോട്ടോസും ഇവിടെ വെച്ചെടുത്തു. പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഇരുട്ടാവുകയും ചെയ്തു കേട്ടോ. അതും നല്ല രസമാണ്. ഇരുട്ടിലും ഈ ഒരു ഏരിയ കാണാൻ അടിപൊളി തന്നെയാണ്. ഇവിടെ വന്ന മുതൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ റീൽസായിട്ടും ഫോട്ടോസായിട്ടൊക്കെ നടക്കുമായിരുന്നേ. കാരണം ഈ പ്ലേസ് കണ്ടാൽ നമുക്കങ്ങനെ വിടാൻ തോന്നില്ല, എന്തെങ്കിലുമൊക്കെ എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു നടക്കൽ. കണ്ടു, ഇതുപോലെ കുറേ സ്റ്റെപ്സ് പോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വരെ കയറാം കേട്ടോ. അവിടെ രാത്രിയൊക്കെ ആകുമ്പോൾ ഈ ഒരു വാട്ടർഫോളിൻ്റെ പല സ്റ്റേജായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ സ്റ്റെപ്പൊക്കെ കയറി പോകുമ്പോൾ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. കുറച്ച് റീൽസൊക്കെ പിന്നെ അവിടെ കടകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും ജ്യൂസോ അങ്ങനെ എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് വാങ്ങിക്കാം. പിന്നെ കുറച്ച് പൈസ കൂടുതലാണ്, അതും കൂടി പറയണമല്ലോ. പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു. നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്നത് എന്തിനാണ്, ഇവിടെ ഇരിക്കണം. ക്യൂ ആണ് ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ ട്രെയിൻ ഞാൻ പറഞ്ഞില്ലേ, ഈ കാണുന്ന ആൾക്കാരൊക്കെ ട്രെയിനിൽ കയറാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഈ ട്രെയിനിൽ ജസ്റ്റ് ആ റൗണ്ട് ഒന്ന് ചുറ്റി കാണിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ സീറ്റൊക്കെ പിടിച്ചു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഇരുന്നു. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊക്കെ ഇരുട്ടാവാൻ തുടങ്ങി. കുറേ പേര് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമുക്കവിടെ പായൊക്കെ വിരിച്ച് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴേക്കും കുട്ടീസിനെ പിന്നെ നമ്മൾ ആ പാർക്കിൽ തന്നെ കൊണ്ടാക്കി കുറച്ച് നേരം പിന്നെയും കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും രാത്രിയൊക്കെ ആയിട്ടോ. രാത്രി നല്ല രസം, എന്താ പറയുക, ആ ലൈറ്റും ആ വെള്ളച്ചാട്ടവും ഒക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു. കണ്ടോ, ഇത് മുകളിൽ നിന്ന് അടിയിലേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി കിടക്കേണ്ട മുകളിലാണ് കേട്ടോ. അത് കാരണം നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരെ കയറുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷീണിച്ചായിരുന്നേ. എന്തായാലും അത്രയും കയറ്റം കയറി ക്ഷീണിച്ചതല്ലേ, അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഒരു മന്തി നമ്മൾ ഓർഡർ ചെയ്തു.
ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതൊക്കെ തന്നെയാണ്. എൻ്റെ വ്ളോഗൊക്കെ കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.